അംബേദ്കർ വിവാദത്തിൽ കോൺഗ്രസിനെതിരെ തിരിച്ചടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷങ്ങളായി അംബേദ്കറിനെ അവഹേളിക്കുന്ന ദ്രവിച്ച സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അമിത് ഷാ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്നാൽ അംബേദ്കറിന്റെ പാരമ്പര്യത്തെ താറടിക്കാനുള്ള എല്ലാ വൃത്തികെട്ട തന്ത്രങ്ങളും വർഷങ്ങളായി പയറ്റുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നും കോൺഗ്രസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അവഹേളിക്കുന്ന പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. വർഷങ്ങളായി ഡോക്ടർ അംബേദ്കർക്കെതിരെ കോൺഗ്രസും അവരുടെ ചീഞ്ഞളിഞ്ഞ സംവിധാനങ്ങളും നടത്തുന്ന ദുർപ്രവർത്തികളും അവഹേളനങ്ങളും മറച്ചുവെക്കാനാകുമെന്നാണ് കരുതുന്നത് എങ്കിൽ അവർക്ക് തെറ്റി. കോൺഗ്രസ് അംബേദ്കറിന് ഭാരത് രത്ന നിഷേധിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ 2 തവണ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയുമുണ്ടായെന്ന് മോദി കുറിച്ചു. പണ്ഡിറ്റ് നെഹ്റു തിരഞ്ഞെടുപ്പിൽ അംബേദ്കറിനെതിരെ പ്രചാരണം നടത്തി. അദ്ദേഹത്തിന് അംബേദ്കറിനെ തോൽപ്പിക്കുക എന്നത് അഭിമാന പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിന് ഭാരത് രത്ന കൊടുത്തില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചിത്രത്തിന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഒരിടം കൊടുക്കാനും അവർ തയ്യാറായില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. അതേസമയം ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അമിത്ഷാ രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. അമിത്ഷാ പാർലമെന്റിലും പുറത്തും അംബേദ്കറെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. പാർലമെന്റ് വളപ്പിൽ അംബേദ്കറുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. സഭയിലും അംബേദ്കറുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു പ്രതിപക്ഷം. അംബേദ്കറുടെ പേര് പറയുന്നത് കോൺഗ്രസിനിപ്പോൾ ഫാഷനായെന്നും ഭരണഘടനയെ കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായി കണക്കാക്കുകയും അധികാരത്തിൽ തുടരാൻ അത് ഭേദഗതി വരുത്തുകയും ചെയ്തെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തിയിരുന്നു. അംബേദ്കർ എന്ന് പറയുന്നത് ഫാഷനായി മാറിയിരിക്കുന്നു. ഇത്രയും തവണ ദൈവനാമം ചൊല്ലിയിരുന്നെങ്കിൽ അവർ സ്വർഗത്തിൽ പോയേനെയുമെന്നായിരുന്നു അമിത്ഷാ കുറ്റപ്പെടുത്തിയത്. അമിത്ഷാ പരാമർശം പിൻവലിക്കണമെന്നും രാജിവെക്കണമെന്നും മല്ലികാർജുൻ ഖാർഗെ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഭരണഘടനയെയും അമിത്ഷാ അപമാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണം. അമിത്ഷായുടെ സംസാരം ഇങ്ങനെ തുടർന്നാൽ രാജ്യമെമ്പാടും തീ പടരുമെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള എല്ലാ രാജ്ഭവനുകളും കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. BJP നേതാക്കൾക്ക് എന്ത് തരത്തിലുള്ള ചിന്താഗതിയാണുള്ളതെന്ന് അമിത്ഷാ രാജ്യത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തുവെന്നും രാജ്യത്തെ ദളിതരെയും അംബേദ്കറെയും അപമാനിക്കുന്ന പ്രസ്താവനയാണ് അമിത്ഷായിൽ നിന്നുണ്ടായതെന്നും കോൺഗ്രസ് MP നീരജ് രാംഗി പറഞ്ഞു. പാർലമെന്റിൽ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പരാമർശങ്ങൾ.